Hello friends, welcome back to my channel Mums Daily. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ സദ്യ സ്റ്റൈലിലുള്ള മത്തങ്ങ പയർ എരിശ്ശേരിയാണ് കേട്ടോ. അതായത് നമ്മൾ സദ്യക്കൊക്കെയാണ് നോർമലി ഉണ്ടാക്കുക, പക്ഷെ അതേ സദ്യക്ക് ഉണ്ടാക്കുന്ന അതേ രുചിയിൽ നമ്മൾ നോർമലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ പയർ എരിശ്ശേരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഈ മത്തങ്ങ പയർ കായ എരിശ്ശേരിക്ക് ഞാൻ 1 കപ്പോളം ഉള്ള പയർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ 1 കപ്പ് പയർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കഴുകി തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ട് 1 കപ്പിന് ഞാൻ 1.5 കപ്പോളം വെള്ളമാണ് വേവിക്കാനായിട്ട് ഒഴിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പയർ മാത്രമാണ് ഇട്ട് വേവിക്കുന്നത്. ഇതാ പയർ ഇപ്പോൾ ഇവിടെ ഒരു 50% വേവിച്ചാൽ മാത്രം മതി. കാരണം നമുക്ക് ഇനി മത്തങ്ങ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കേണ്ടതാണ്, മത്തങ്ങയും കായ ഇട്ടിട്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവം, അതായത് നമുക്ക് ഇങ്ങനെ ഉടഞ്ഞു പോകരുത്, ആ ഒരു പരുവത്തിന് ഒരു 50-60% മാത്രം കുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇടാണ്. ഒരു ബൗളോളം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞ ഒരു ബൗളോളുള്ള മത്തങ്ങ അരിഞ്ഞത്. അതുപോലെ തന്നെ കായ തൊലിയോട് കൂടിയാണ് ഞാൻ കായ ഇടുന്നത്, ചെറുതായി അരിഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ കായ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടാണ് ഇടാറ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇത് ഇനി ഒരു 2 വിസിലും കൂടെ അടിക്കാൻ പോവാണേ. അപ്പം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു തേങ്ങ കൊണ്ടുള്ള ഒരു അരപ്പാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് അടിച്ചെടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒരുപോലെ അങ്ങ് അടിച്ച് ആയിക്കോളും. അപ്പോൾ അതാ ഇതിനകത്ത് തേങ്ങ എടുത്തു. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ജീരകം, അതായത് ചെറുജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് അരയാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി മഷി പോലെയൊന്നും ആക്കണ്ട, ഈ ഒരു പരുവത്തിന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുക്കർ തുറന്നു. നമ്മുടെ മത്തങ്ങയും കായൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എന്നാൽ പയർ ഉടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മത്തങ്ങ പയർ കായ എരിശ്ശേരി ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ, മൺചട്ടിയിലാണ്. അപ്പോൾ ഒരു മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നാടൻ ഭക്ഷണം ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ ഇച്ചിരി 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വേപ്പില കീറി അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വേപ്പില ഇപ്പം ഇവിടെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി അല്ല, കുറച്ചങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണക്കം വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട്, അതായത് പയറും മത്തങ്ങയും കായയുടെയും കൂട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതൊരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ വിടുകയാണ്. അപ്പോൾ ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, ചേർക്കാൻ മറന്നതല്ല, ഞാൻ ഇപ്പോഴല്ല ചേർക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് അരപ്പാണ് ചേർക്കാൻ പോകുന്നത് ആദ്യം, അല്ലാതെ ഉപ്പല്ല നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇപ്പം ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ഇത് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ചൊരു ചാറ് പോലെ അല്ല ഒരു ഗ്രേവി പോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം, ഒരു സെമി ഗ്രേവിയിലൊക്കെയാണ് എടുക്കുന്നത്, ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കണില്ല. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അധികം ഇട്ട് ഇപ്പോൾ ഗ്രേവി ഒത്തിരി വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഇട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിർത്താണ്. നമുക്കൊരു സെമി ഗ്രേവിയാണ് ഇഷ്ടം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് തേങ്ങ വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എണ്ണയല്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണയല്ല. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കീറി വെച്ചിട്ടുള്ള വേപ്പിലയാണ്. പിന്നെ 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. അകത്ത് അധികം എരിവൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഉണക്കമുളക് 1, 2, 3 വരെ ചേർക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ നിറം പതുക്കെ ഒന്ന് ഗോൾഡിഷ് ബ്രൗൺ ഒക്കെ ഒന്ന് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് ഇതിൻ്റെ മേലെ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർക്കാൻ പോവാണ്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡിഷ് ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ പതുക്കെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒരു ഗോൾഡിഷ് കളറാവും. കരിക്കരുത് കേട്ടോ, കരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിർത്തുകയാണ്. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മത്തങ്ങ പയർ കായ എരിശ്ശേരി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സായി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. ഇത് ഓപ്ഷണലാണ്. മത്തങ്ങയ്ക്ക് ഒത്തിരി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മധുരം കുറച്ച്, ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മത്തങ്ങയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കറിയുടെ ഇട്ട മത്തങ്ങയ്ക്ക് ഒട്ടും തന്നെ മധുരമില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ആയാലും ഇടാം കേട്ടോ. രണ്ടും നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ള അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രുചി കൂടുതലാണ്. ഇനി മധുരം ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയെങ്കിലും നിങ്ങൾ ഇടണം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കാൻ പോവാണ്. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇടേണ്ടത് കടുകാണ്. ഞാനിവിടെ കടുക് ഇടാൻ മറന്നു പോയതാ, നിങ്ങൾ ആ അബദ്ധം കാണിക്കരുത്. എന്നിട്ടാണ് നമ്മൾ കുഞ്ഞുള്ളി ചേർക്കുന്നത്. ഒരു 3 കുഞ്ഞുള്ളിയാണ് ഞാൻ ചെറുതായി നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനിയാണ് കടുക് ഇടാൻ പോകുന്നത്. എനിക്കറിയാം, ഞാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ചൂടായി വരുമ്പം കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇവിടെ ഉള്ളിയുടെ നിരക്ക് മാറി വന്നിട്ടുണ്ട്, പതുക്കെ ഒരു ഗോൾഡിഷ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില ചേർക്കാം. വേപ്പില ചേർക്കണം. നാടൻ ഭക്ഷണങ്ങൾക്ക് എപ്പോഴും വേപ്പിലയാണ്, വേപ്പിലയുടെ ഫ്ലേവറാണ് എപ്പോഴും നമുക്കൊരു നാടൻ. അതുപോലെ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ, നെയ്യ്, ഇതൊക്കെയാണ് നാടൻ ഫ്ലേവറിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇതൊന്ന് താളിച്ചൊഴിക്കാൻ പോവാണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറവാണ്, ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ പയർ കായ എരിശ്ശേരി, അല്ലെങ്കിൽ മത്തങ്ങ കായ പയർ എരിശ്ശേരി, എങ്ങനെ വേണേലും പറയാം. ആ ഒരു സദ്യ സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഒഴിക്കുന്ന നെയ്യൊക്കെ ആണെങ്കിലും വേപ്പില, വെളിച്ചെണ്ണ, പിന്നെ അത് ഇടുന്ന മെത്തേഡ് എല്ലാം സദ്യ സ്റ്റൈലിലുള്ളതാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു സദ്യയിലൊക്കെ പോയി ഇരുന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കുഞ്ഞ് റെസിപ്പിക്കായിട്ട് ഞാൻ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ബൈ.